നമസ്കാരം. ക്രൈസ്തവ സമുദായത്തോട് ചേർന്ന് മുമ്പോട്ട് പോകാൻ ബി തീരുമാനിച്ചത് കേവലം വോട്ട് ബാങ്ക് കണ്ടുകൊണ്ട് മാത്രമല്ല. ഇന്ത്യയിൽ ക്രൈസ്തവ ജനസംഖ്യ കേവലം ന്യൂനപക്ഷമായതുകൊണ്ട് തന്നെ ആ വോട്ട് ബാങ്ക് അവർക്കൊട്ടും പ്രസക്തമല്ല. കേരളത്തിൽ ഒരുപക്ഷെ പ്രസക്തമാവാം. അതിനപ്പുറത്തേക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ക്രൈസ്തവ വോട്ടുകൾ ബി ഒട്ടും തന്നെ ആവശ്യമില്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ സാഹചര്യമല്ല കേരളത്തിൽ. എത്ര കഷ്ടപ്പെട്ടാലും എത്ര വിട്ടുവീഴ്ച ചെയ്താലും കേരളത്തിലെ ക്രൈസ്തവർക്ക് പൊതുവെയുള്ള കേരള കോൺഗ്രസ് പ്രേമം ഇല്ലാതാവില്ലെന്ന് ബി അറിയാം. എന്നിട്ടും ഇത്രയധികം റിസ്ക് എടുത്തുകൊണ്ട് ക്രൈസ്തവരുമായി സന്ധിക്ക് ബി ശ്രമിച്ചത് കൃത്യമായ മറ്റൊരു ഉദ്ദേശത്തോടെയാണ്. ബി ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്നൊരു നറേറ്റീവ് പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രചരിപ്പിക്കാൻ കഴിഞ്ഞ കുറേ കാലമായി പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂനപക്ഷ വിരുദ്ധ മുഖം പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ഇടപെടലിന് ദോഷം ചെയ്യും. ലോകത്തെ വമ്പൻ ശക്തികളൊക്കെ തന്നെ ക്രൈസ്തവ രാഷ്ട്രങ്ങളായതുകൊണ്ട് ആ രാജ്യങ്ങളുമായുള്ള ബന്ധം മുമ്പോട്ടുള്ള പോക്കിന് അനിവാര്യമായതുകൊണ്ട് അത്തരമൊരു നറേറ്റീവ് ഒഴിവാക്കാൻ വേണ്ടിയാണ് വാസ്തവത്തിൽ ക്രൈസ്തവരോട് ബി ധാരണയ്ക്ക് ശ്രമിച്ചത്. ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് അറബ് രാജ്യങ്ങളുമായി മോദി കാണിക്കുന്ന അതിര് കവിഞ്ഞ അടുപ്പം. അറബ് രാജ്യങ്ങൾക്ക് മോദിയെ ഇഷ്ടമാണ്. അപ്പോൾ മുസ്ലിം വിരുദ്ധത എന്ന മുദ്രാവാക്യം ഇല്ലാതാവും. അതേപോലെ തന്നെ ക്രൈസ്തവരെ കൂടെ ചേർക്കുമ്പോൾ അത് പാശ്ചാത്യ ലോകത്തും മതിപ്പുളവാക്കും. എന്നാൽ RSSും ബി തമ്മിൽ ക്രൈസ്തവ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വേണ്ടത്ര യോജിപ്പിലല്ല. ക്രിസ്തുമതമാണ് ഇസ്ലാം മതത്തേക്കാൾ മതപരിവർത്തനത്തിന് പ്രോത്സാഹനം കൊടുക്കുന്നത് എന്ന നിലപാടാണ് RSSൻ്റേത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനേക്കാൾ അപകടം ക്രിസ്ത്യാനിറ്റിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. വടക്കേ ഇന്ത്യയിൽ വ്യാപകമായ മതപരിവർത്തനം ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇങ്ങനെ മതപരിവർത്തനം നടത്തിയ മിക്കവരും അവരുടെ ഹൈന്ദവ നാമം നിലനിർത്തുന്നത് കൊണ്ട് തന്നെ, ഔദ്യോഗികമായി ഹിന്ദുക്കളായി തുടരുന്നത് കൊണ്ട് തന്നെ ഈ അപകടത്തിൻ്റെ തോത് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ബി കഴിയുന്നില്ല. പേരിലും കടലാസിലും ഹൈന്ദവരാണ്, എന്നാൽ വിശ്വാസപരമായി ക്രിസ്ത്യാനികളാണ് ഭൂരിപക്ഷവും എന്നതാണ് RSSനെ ചൊടിപ്പിക്കുന്നത്. എന്നാൽ ബി വലിയ സ്വപ്നത്തിന്, അതായത് ദീർഘകാലം രാജ്യം ഭരിക്കാനുള്ള ബി സ്വപ്നത്തിന് ക്രൈസ്തവരോട് ചേർന്ന് നിന്നേ മതിയാവൂ എന്നതുകൊണ്ട് അതിനുള്ള തന്ത്രങ്ങൾ അവർ മെനയുന്നു. കേരളത്തിലെ പരമ്പരാഗത ബി നേതൃത്വം RSS ലൈൻ സ്വീകരിച്ചിരുന്നവരായിരുന്നു എന്നതുകൊണ്ട് തന്നെ കേന്ദ്രം നേരിട്ടാണ് തൃശൂർ പരീക്ഷണത്തിനിറങ്ങുന്നത്. സുരേഷ് ഗോപിയെ രംഗത്തിറക്കി ക്രൈസ്തവരുടെ കൂടി വോട്ട് ഉറപ്പിച്ചാണ് വിജയം കരസ്ഥമാക്കിയത്. ഇതിന് തുടർച്ചയാണ് കേരളത്തിൽ വേണ്ടത്ര പരിചയമില്ലാത്ത, കക്ഷി രാഷ്ട്രീയത്തിൽ വേണ്ടത്ര പരിചയമില്ലാത്ത രാജീവ് ചന്ദ്രശേഖരെ ഇങ്ങോട്ട് അയക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ വഴിയിലൂടെയാണ് PC ജോർജും ഷോൺ ജോർജും ബി എത്തുന്നത്. അച്ഛനും മകനും ബി എത്തുമ്പോൾ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ ആയിരുന്നെങ്കിലും സുരേന്ദ്രൻ വഴി ആയിരുന്നില്ല, രാജീവ് ചന്ദ്രശേഖർ വഴിയായിരുന്നു ഇവരുടെ കടന്നുവരവ്. എന്ന് വെച്ചാൽ കേന്ദ്രത്തിൻ്റെ കൃത്യമായ ക്രിസ്ത്യൻ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇവർ ബി വന്നത്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ ബി പ്രസിഡന്റ് ആവുന്നു. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് വലിയ പ്രാധാന്യം കിട്ടുന്നു. PC ജോർജ് നാഷണൽ കൗൺസിലിലേക്ക് എത്തുന്നു. ഷോൺ ജോർജ് വൈസ് പ്രസിഡന്റ് ആവുന്നു. അനൂപ് ആന്റണി ജോസഫ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവുന്നു. ജോർജ് കുര്യൻ കേന്ദ്രമന്ത്രിയുമാകുന്നു. ഈ പരീക്ഷണം വിജയിക്കും എന്ന പ്രത്യാശ ബി നേതൃത്വത്തിനുണ്ടായിരുന്നു. RSSന് വേണ്ടത്ര തൃപ്തിയില്ലെങ്കിലും ഇതിൻ്റെ ആദ്യത്തെ പരീക്ഷണ മുഖമായിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇത് ശക്തമാക്കാൻ വേണ്ടിയാണ് 2020 കൂടി ഘടകകക്ഷിയാക്കിയതും അവർക്ക് 20 സീറ്റുകൾ നൽകിയതും. അങ്ങനെ മറ്റൊരു മുന്നണിയും നിർത്താത്തത്ര ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ ബി സഖ്യം ഇക്കുറി കേരളത്തിൽ മത്സരിപ്പിക്കാൻ ഇറങ്ങി. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം? തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടു മുമ്പ് സാഹചര്യം അടിമുടി മാറുന്നു. FCRA ബില്ല് ലോക്സഭയിലെത്തുന്നു. അത് ഇവിടെ വലിയ ചർച്ചയാവുന്നു. കേരളത്തിലെ മെത്രാന്മാർ മാറി മാറി ആ വിഷയത്തിൽ അഭിപ്രായം പറയുന്നു. ബി വെല്ലുവിളിച്ചുകൊണ്ട് ദീപിക രംഗത്ത് വരുന്നു. PC ജോർജിൻ്റെ ചിത്രം പോലും കൊടുക്കാതെ പൂർണ്ണമായും ബ്ലാക്ക് ഔട്ട് ചെയ്ത് ദീപിക ബി വിരുദ്ധ മുഖം പ്രകടിപ്പിക്കുന്നു. ഇവിടെയാണ് PC ജോർജ് പൊട്ടിത്തെറിക്കുന്നത്. ഒരു വിധത്തിൽ കാര്യങ്ങളൊക്കെ ഒരു ഗതിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോൾ സഭാ നേതൃത്വം, പ്രത്യേകിച്ച് ദീപിക ദിനപത്രം എടുത്ത നിലപാട് ജോർജിനെ പ്രകോപിപ്പിച്ചു. ജോർജിന് മനസ്സിലൊന്നും വാക്കിൽ മറ്റൊന്നുമായി രാഷ്ട്രീയം കളിക്കാൻ അറിയില്ല. ജോർജ് പൊട്ടിത്തെറിച്ചുകൊണ്ട് സഭാ നേതൃത്വത്തെ പോലും വിമർശിക്കുന്നു. അതിന് മറ്റൊരു കാരണമുണ്ട്. ജോർജിന് ഏറ്റവും അധികം വോട്ട് കിട്ടേണ്ട പൂഞ്ഞാർ മണ്ഡലത്തിലെ വിശ്വാസികളുടെ ചുമതലയുള്ള കാഞ്ഞിരപ്പള്ളി മെത്രാൻ നേരിട്ട് ജോർജിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന സാഹചര്യം ജോർജിനെ ചൊടിപ്പിച്ചു. ഇത് പറഞ്ഞുകൊണ്ട് ജോർജ് രംഗത്ത് വരുന്നു.
സഭയെ വിമർശിച്ചു ജോർജ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ആദ്യം അച്ഛനെ തള്ളിക്കൊണ്ട് രംഗത്തെത്തി തെരഞ്ഞെടുപ്പ് വരെ കാത്തുനിന്ന മകൻ ഷോൺ ജോർജ് തെരഞ്ഞെടുപ്പിന് ശേഷം അപ്പന്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട് സഭാ നേതൃത്വത്തെ വിമർശിക്കുന്നു. ജോർജിനോടും മകൻ ഷോണിനോടും ആത്മബന്ധം പുലർത്തുന്ന പാലാ മെത്രാൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഇതിനിടയിൽ ഇവരെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു. വാസ്തവത്തിൽ ജോർജിനും ഷോണിനും ഏറ്റ ഏറ്റവും വലിയ തിരിച്ചടി അതായിരുന്നു. ജോർജും ഷോണും വിശ്വസിച്ചിരുന്നതും അവരോട് പെരുമാറിയിരുന്നതും പാലാ ബിഷപ്പ് ഏതാണ്ട് BJP-കാരനായി കഴിഞ്ഞു എന്നാണ്. പാലാ ബിഷപ്പിന്റെ പ്രസിദ്ധമായ നാർക്കോട്ടിക് ജിഹാദ് ആർക്കും മറക്കാൻ കഴിയില്ല. പാലാ ബിഷപ്പിനെതിരെ അന്ന് സകലരും രംഗത്തിറങ്ങി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറസ്റ്റ് ചെയ്യണം എന്നിവരെ ആവശ്യപ്പെട്ടു. SDPIയുടെ നേതൃത്വത്തിൽ പാലാ അരമനയിലേക്ക് പ്രതിഷേധ ജാഥ നടത്തി. അന്ന് സകലരും ഒറ്റപ്പെടുത്തിയപ്പോൾ കൂടെ നിന്നതും ചേർത്ത് പിടിച്ചതും PC ജോർജും മകൻ ഷോൺ ജോർജുമായിരുന്നു. അന്ന് മുതൽ വലിയ ബന്ധമാണ് പാലാ ബിഷപ്പും ഷോണും തമ്മിൽ. പാലാ ബിഷപ്പ് ഷോൺ ജോർജിനായിരിക്കും വോട്ട് ചെയ്യുന്നത് എന്നു പോലും പലരും കരുതിയിരുന്നു. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആദ്യം പാലാ ബിഷപ്പ് ബന്ധപ്പെടുന്നത് ഷോൺ ജോർജിനായിരുന്നു. ആ ആത്മവിശ്വാസം തകർക്കുന്ന തരത്തിലായിരുന്നു പാലാ ബിഷപ്പിന്റെ പ്രതികരണം. പാലാ ബിഷപ്പ് അതിരൂക്ഷമായി വിമർശനം നടത്തി. സഭയെ ആരും പേടിപ്പിക്കാൻ നോക്കണ്ട, സഭയെ ആരും മൂലക്കിരുത്താൻ നോക്കണ്ട. ഇതോടുകൂടി പ്രശ്നം പരിഹരിക്കാൻ ജോർജ് തന്നെ പാലാ അരമനയിൽ നേരിട്ടെത്തുന്നു. അവർ തമ്മിലുള്ള സംഭാഷണം എന്തെന്ന് നമുക്കറിയില്ല. പക്ഷേ പുറത്തിറങ്ങി ജോർജ് നടത്തിയ പത്രസമ്മേളനം ബിഷപ്പിനെ വീണ്ടും ചൊടിപ്പിക്കുന്നു. ഈ അവസരം പലരും മുതലെടുക്കുന്നു. പാലാ ബിഷപ്പിന്റെ നേതൃത്വത്തിൽ സഭയെ BJP-യിലേക്ക് അടുപ്പിക്കാൻ ശ്രമം നടക്കുന്നു എന്ന് വിശ്വസിച്ചിരുന്ന കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന സഭയിലെ വലിയൊരു വിഭാഗവും ദീപിക ദിനപത്രവും കൃത്യമായി അവസരം ഉപയോഗിക്കുന്നു. ജോർജിനെയും പാലാ ബിഷപ്പിനെയും തമ്മിൽ തെറ്റിക്കുക, സഭയെയും BJP-യും തമ്മിൽ തെറ്റിക്കുക എന്ന ലക്ഷ്യത്തോടെ അവർ പലതും പടച്ചുവിടുന്നു. ജോർജും ഷോണും അക്ഷരാർത്ഥത്തിൽ പകച്ചുപോയ നിമിഷങ്ങളാണിത്. ഒരുപാട് വിഷയങ്ങളിൽ വഖഫ് വിഷയത്തിലടക്കം സഭയെക്കൊണ്ട് നിലപാടെടുപ്പിച്ചത് ഷോൺ ആയിരുന്നു. പള്ളുരുത്തി ഹിജാബ് വിഷയത്തിലും ഷോണിന്റെ ഇടപെടലുണ്ടായിരുന്നു. ഛത്തീസ്ഗഡിൽ നിന്ന് കന്യാസ്ത്രീകളെ ജയിലിൽ നിന്നിറക്കാൻ ഷോൺ തന്നെയാണ് നേതൃത്വം കൊടുത്തത്. അങ്ങനെ വലിയ ബന്ധമുണ്ടായി വരുമ്പോൾ ഇങ്ങനെ ഒരു നിലപാട് പാലാ ബിഷപ്പ് എടുത്തത് അവരെ ചൊടിപ്പിക്കുകയും എന്നാൽ പാലാ ബിഷപ്പിനോട് വെല്ലുവിളി വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തു. എൻ്റെ പിതാവിനേക്കാൾ ഞാൻ ബഹുമാനിക്കുന്നത് പാലാ മെത്രാനെയാണ് എന്ന് ഷോൺ പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷെ കുത്തിത്തിരിപ്പുകാർ അവസരം മുതലെടുത്തുകൊണ്ടേയിരുന്നു. ഈ അവസരം പരമാവധി ഉപയോഗിക്കാൻ പല നുണകളും അതിനിടയിൽ പ്രചരിച്ചു. അതിലൊന്നാണ് ഞാൻ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത്. ഒരു മൈത്രി പീട്ടിരിക്കുന്ന പോസ്റ്റാണ്. ബിഷപ്പിന് ഇസ്ലാമോഫോബിയ ഉണ്ടായിരുന്നു, അതാണ് PC ജോർജ് പറയിച്ചപ്പോഴേ പറഞ്ഞത്. അന്ന് പറഞ്ഞതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കേണ്ടി വന്നത് ഇവിടുത്തെ ജനങ്ങളാണ് എന്ന് പറഞ്ഞ് നാർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്ന് എന്നെക്കൊണ്ട് ഷോണും PC ജോർജും കള്ളം പറയിപ്പിച്ചതാണെന്ന് പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടെന്ന് പോസ്റ്റർ പ്രചരിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രസ്താവന പാലാ ബിഷപ്പ് നടത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ PC ജോർജിനെയും മകനെയും ഒറ്റപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി പാലാ ബിഷപ്പിൻ്റെ പേരിൽ വ്യാജ പോസ്റ്ററുകൾ പോലും ഇറങ്ങിത്തുടങ്ങി. സഭയും BJP-യും തമ്മിലുള്ള അടുപ്പത്തെ ആശങ്കപ്പെട്ടവർ ഇത്തരം നുണബോംബുകളിട്ട് ആഘോഷിക്കുകയാണ്. അതേസമയം മറുവശത്തെ BJP-ക്ക് ഉള്ളിൽ ഭിന്നത രൂക്ഷമാകുന്നു. BJP-യും RSSും തമ്മിൽ ക്രൈസ്തവ ബന്ധത്തിൻ്റെ പേരിൽ ഒരു ഭിന്നത നേരത്തെ തന്നെയുണ്ട്. കേരളത്തിൽ ക്രൈസ്തവരെ കൂടെ ചേർത്തുകൊണ്ട് BJP അധികാരം പിടിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല എന്ന് പറയുന്ന TP സെൻകുമാറിനെ പോലുള്ളവരുടെ വാക്കുകൾക്ക് ശക്തി കൂടുന്നു. അവർ ഈ ക്രൈസ്തവ ഔട്ട്റീച്ച് പരിശ്രമം ഉപേക്ഷിക്കണം, നിലവിലുള്ള BJP-കാരെ പോലും ഇല്ലാതാക്കരുത് എന്ന നിലപാടിൽ മുമ്പോട്ട് പോകുന്നു. ക്രൈസ്തവരാണ് യഥാർത്ഥ ഭീഷണി എന്ന് തിരിച്ചറിയാതെ ക്രൈസ്തവ വോട്ടുകൾക്ക് വേണ്ടിയുള്ള നീക്കം അവസാനിപ്പിക്കണം എന്ന് പറയുന്നവർ ഇപ്പോൾ ശക്തിപ്പെടുന്നു. രാജീവ് ചന്ദ്രശേഖരയുടെ നേതൃത്വത്തെ തന്നെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ ശക്തി തിരിച്ചു പിടിക്കാനുള്ള നീക്കവും ഇതിൻ്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ആശയക്കുഴപ്പമുണ്ടാവുന്നത് PC ജോർജിൻ്റെയും ഷോൺ ജോർജിൻ്റെയും നിലപാടാണ്. അവർ സഭയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയതോടെ ക്രൈസ്തവ ഔട്ട്റീച്ചിനെ എതിർക്കുന്നവർക്ക് PC ജോർജിനെയും മകനെയും എതിർക്കാൻ കഴിയാതായി. PC ജോർജിനും മകനുമെതിരെ രംഗത്ത് വരുന്ന പലരും സഭയെ പിണക്കി എന്ന നിലപാടിന് പുറത്താണ്. PC ജോർജിനെയും മകനെയും പുറത്താക്കണമെന്ന് ഈ ഹിന്ദു ഔട്ട്റീച്ചിന് വേണ്ടി നിലപാടെടുക്കുന്നവർ പറയാതിരിക്കുന്നു എന്നത് തൽക്കാലം പ്രതിസന്ധിക്ക് വേറൊരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്നു. BJP നേതൃത്വവും സഭയും മറന്നുപോകുന്ന ചില സംഗതികളുണ്ട്. ക്രൈസ്തവരെ പിടിക്കാൻ മെത്രാന്മാരെ പിടിച്ചതുകൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. മെത്രാന്മാർ പറയുന്നത് പോലെ അല്ല സഭാവിശ്വാസികൾ ചെയ്യുന്നത്. മെത്രാന്മാർ പല പരിശ്രമങ്ങളും നടത്താറുണ്ടെങ്കിലും അതൊന്നും വിജയിക്കാറില്ല. ക്രൈസ്തവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. FCRA അടക്കമുള്ള വിഷയങ്ങളിൽ സഭയെടുക്കുന്ന നിലപാട് അതേപടി അംഗീകരിക്കാൻ സാധാരണ വിശ്വാസികൾ ഒരുക്കമാണെന്ന് കരുതാൻ പ്രയാസമാണ്. കാരണം FCRA വഴി എത്തുന്ന പണം ഒരു സാധാരണ വിശ്വാസിക്കും കിട്ടാറില്ല. പള്ളി വേണമെങ്കിലും പള്ളിക്കൂടം വേണമെങ്കിലും അതിൻ്റെ മെയിൻ്റനൻസ് വേണമെങ്കിലും വിശ്വാസികൾ പണപ്പിരിവ് എടുത്താൽ മാത്രമേ നടക്കൂ. അതുകൊണ്ട് തന്നെ സഭാ നേതൃത്വം പറയുന്നതാണ് വിശ്വാസികളുടെ നിലപാടെന്ന് BJP ആശങ്കപ്പെടുന്നതും സഭാ നേതൃത്വം നിലപാടെടുത്താൽ
വിശ്വാസികളെല്ലാം BJPക്ക് വോട്ട് ചെയ്യുമെന്നോ അല്ലെങ്കിൽ വിശ്വാസികളെല്ലാം വോട്ട് ചെയ്യാതിരിക്കുമെന്നോ കരുതുന്നതുമൊക്കെ വിഡ്ഢിത്തമാണ്. സഭാവിശ്വാസികൾ എല്ലാത്തരം രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. അവർക്കങ്ങനെ അടിമ രാഷ്ട്രീയമൊന്നുമില്ല. അവർ പരമ്പരാഗതമായി കോൺഗ്രസ്സുകാരായിരുന്നു. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നതിന് തെളിവാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് അവർ വോട്ട് ചെയ്തത്. അതുകൊണ്ട് ക്രൈസ്തവ വോട്ട് ബാങ്ക് ആരും അട്ടിപ്പേറായി കരുതുകയോ ക്രൈസ്തവ നേതാക്കളുടെ പിണക്കം ഏതെങ്കിലും ഒരു ലക്ഷണമായി കരുതുകയോ ചെയ്യുന്നതിൽ പ്രസക്തിയൊന്നുമില്ല.